ഇന്ന് രാവിലെ അനുഭവപ്പെട്ട ശക്തമായ കാറ്റും മഴയും ദുബൈയിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിച്ചു. നിരവധി വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. UAE നഗരമേഖലകളിലും സൗദിയിലും മഴ ശമിച്ചെങ്കിലും ഒമാനിൽ നാളെയും മഴ തുടരും. ഇന്ന് പുലർച്ചെയാണ് UAEയിലെമ്പാടും ശക്തമായ കാറ്റും മഴയും ആരംഭിച്ചത്. കനത്ത മഴ ദുബൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെ ബാധിച്ചു. പല വിമാനങ്ങളും വൈകുമെന്നും നിരവധി വിമാനങ്ങളുടെ സമയം മാറ്റിയെന്നും എമിറേറ്റ്സ് അറിയിച്ചു. UAEയിലെ അബുദാബി, ദുബൈ, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ എമിറേറ്റുകളിൽ തീരപ്രദേശങ്ങളിലും അലൈൻ, ഫുജൈറ, ഖുർഫുഖാൻ, കൽബ തുടങ്ങി കിഴക്കൻ മേഖലകളിലും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചു. ദോഹ തീരത്ത് നിന്നെത്തിയ മഴമേഘങ്ങൾ മണിക്കൂറുകളോളം UAEയിൽ പെയ്ത ശേഷം വൈകുന്നേരത്തോടെ ഒമാനിലേക്ക് നീങ്ങി. മഴ ശമിച്ചെങ്കിലും അബുദാബി, ദുബൈ, ഷാർജ തുടങ്ങി മിക്ക നഗരങ്ങളിലും റോഡിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നഗരസഭ സജീവമായി രംഗത്തുണ്ട്. ദുബൈയിൽ പാർക്കുകളും ബീച്ചുകളും ഇന്നലെ മുതൽ അടച്ചിരിക്കുകയാണ്. ഇന്റർസിറ്റി ബസ്സുകളും റദ്ദാക്കി. സർക്കാർ ജീവനക്കാർക്ക് നാളെയും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതിയുണ്ട്. ഖത്തറിലും ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. സൗദിയിൽ മഴ ശമിച്ചതോടെ റിയാദിലെ സ്കൂളുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങി. എന്നാൽ ഒമാനിൽ നാളെയും മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് UAEയുടെ മിക്ക നഗരങ്ങളും രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. വെള്ളക്കെട്ട് കണക്കിലെടുത്ത് നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓൺലൈൻ പഠനം നിർദ്ദേശിച്ചിട്ടുണ്ട്. അബുദാബിയിലെ മുസഫയിൽ നിന്നും അബുൽ ഫൈസിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.